അനുദിന വിശുദ്ധർ ഡിസംബർ 14 കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ. സ്പെയിനിലെ കാസ്റ്റിലിയൻ എന്ന ഭൂപ്രദേശത്ത് ടൊലഡോയിലെ ഫോണ്ടിബെറോസിൽ നിന്നുമുള്ള ഒരു പാവപ്പെട്ട സിൽക്ക് നെയ്ത്തുകാരൻ്റെ മകനായി 1542 ജുവാൻ ഡി എപ്പസ് എന്ന യോഹന്നാൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു സമ്പന്ന പ്രഭു കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ഒരു ദരിദ്ര പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിനാൽ അദ്ദേഹത്തെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കുകയും കുടുംബസ്വത്തിലുള്ള അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്തു. അദ്ദേഹം സിൽക്ക് നെയ്ത്ത് തൻ്റെ ജീവിതമാർഗമായി തിരഞ്ഞെടുത്തു. പക്ഷേ അതിൽ നിന്നും വലിയ വരുമാനമൊന്നും ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. തൻ്റെ ഭാര്യയെയും 3 മക്കളെയും സംരക്ഷിക്കുവാനായി വിശ്രമമില്ലാതെ കഠിനമായി ജോലി ചെയ്ത് അതുമൂലം ജുവാൻ ജനിച്ചതിന് ശേഷം അധികം താമസിയാതെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മരണത്തോടെ കുടുംബം കഠിനമായ ദാരിദ്ര്യത്തിലായി. പല ദിവസങ്ങളും അവർ ഭക്ഷണം കഴിക്കാതെയാണ് തള്ളി നീക്കിയിരുന്നത്. അതിനാൽ തന്നെ ജുവാൻ ചെറിയ ശരീരപ്രകൃതിയോടുകൂടിയവനായിരുന്നു. ഒരു കച്ചവടവും പഠിക്കുവാൻ കഴിയാഞ്ഞതിനാൽ ജുവാൻ മെദീനയിൽ ഉള്ള ഒരു ആശുപത്രിയിൽ പാവപ്പെട്ടവരെ സേവിക്കുന്നതിനായി ജോലി ചെയ്തു. അതോടൊപ്പം തന്നെ തൻ്റെ പഠനം തുടരുകയും ചെയ്തു. 1563 തൻ്റെ 21ാമത്തെ വയസ്സിൽ അദ്ദേഹം കർമ്മലീത്ത സന്യാസ സഭയിൽ പ്രവേശിച്ച് ഒരു സന്യാസാർത്ഥിയാവുകയും കുരിശിൻ്റെ വിശുദ്ധ ജോൺ എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ സഭ അദ്ദേഹത്തിന് പൗരോഹിത്യ പട്ടം നൽകി. പിന്നീട് അദ്ദേഹം കഠിനമായ സന്യാസ രീതികൾക്ക് പേരുകേട്ടിരുന്ന കർത്തൂസിയൻ സഭയിൽ ചേരുവാൻ ആഗ്രഹിച്ചു. ഇക്കാലത്താണ് അദ്ദേഹം ആവിലായിലെ വിശുദ്ധ ത്രേസ്യായെ കണ്ടുമുട്ടുന്നത്. വിശുദ്ധയുടെ നിർബന്ധപ്രകാരം അദ്ദേഹം കർമ്മലീത്ത സഭയിൽ തന്നെ തുടർന്നുകൊണ്ട് തൻ്റെ സഭയെ, അതായത് കർമ്മലീത്ത സഭയെ നവീകരിക്കുക എന്ന വിശുദ്ധ ത്രേസ്യയുടെ ആശയത്തോട് യോജിക്കുകയും അതിനുവേണ്ട സഹായങ്ങൾ ചെയ്യുവാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം നവീകരിക്കപ്പെട്ട നിഷ്പാദകർ എന്നറിയപ്പെടുന്ന കർമ്മലീത്ത സന്യാസിമാരുടെ ആദ്യ പ്രയോറായി. നിഷ്പാദകർ എന്നാൽ പാദകങ്ങൾ, അതായത് ചെരുപ്പുകൾ ധരിക്കാത്തവർ എന്നർത്ഥം. അവരുടെ ഈ നവീകരണങ്ങൾ സഭാ ജനറൽ അംഗീകരിച്ചിരുന്നുവെങ്കിലും കർക്കശമായ പുതിയ സന്യാസ രീതികൾ മൂലം സഭയിലെ ചില മുതിർന്ന സന്യാസിമാർ അവർക്കെതിരായി. അവർ വിശുദ്ധനെ ഒളിച്ചോട്ടക്കാരനും തൻ്റെ വിശ്വാസങ്ങൾ ഉപേക്ഷിച്ചവനെന്നും മുദ്രകുത്തി കാരാഗ്രഹത്തിലടച്ചു. എന്നിരുന്നാലും 9 മാസത്തിനു ശേഷം തൻ്റെ ജീവൻ വരെ പണയപ്പെടുത്തി വിശുദ്ധൻ തടവറയിൽ നിന്നും രക്ഷപ്പെട്ടു. വിശുദ്ധൻ്റെ മരണത്തിന് മുൻപ് 2 പ്രാവശ്യം കൂടി അവർ ഒരു ലജ്ജയും കൂടാതെ വിശുദ്ധനെ അടിച്ചമർത്തുകയും പൊതുസമൂഹമധ്യേ അപമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ക്രൂര പ്രവൃത്തികളെല്ലാം തന്നെ വിശുദ്ധൻ്റെ മാനസിക ശാന്തി വർദ്ധിപ്പിക്കുവാനും സ്വർഗത്തെ പ്രതിയുള്ള ഭക്തി കൂട്ടുവാനുമാണ് ഉപകരിച്ചത്. അക്കാലഘട്ടത്തിലെ മഹാനായ ആത്മീയ എഴുത്തുകാരൻ കൂടിയായിരുന്നു കുരിശിൻ്റെ വിശുദ്ധ ജോൺ. 1926 ഓഗസ്റ്റ് 24 11ാം പിയൂസ് മാർപ്പാപ്പ വിശുദ്ധനെ തിരുസഭയുടെ വേദപാരംഗതനായി പ്രഖ്യാപിച്ചു. കുരിശിൻ്റെ വിശുദ്ധ ജോണിനെ ആത്മീയ ജീവിതത്തിൻ്റെയും ദൈവശാസ്ത്ര രഹസ്യങ്ങളുടെയും സ്പെയിനിലെ കവികളുടെയും മധ്യസ്ഥനായി പരിഗണിക്കപ്പെടുന്നു.